കൊല്ലം കൊട്ടിയത്ത് വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്തതിനെ തുടർന്ന് 3 കുട്ടികളടങ്ങുന്ന 7-അംഗ കുടുംബം പെരുവഴിയിൽ. വീടിനോട് ചേർന്ന ഷെഡിലാണ് കഴിഞ്ഞ 12 ദിവസമായി വിനേശനും കുടുംബവും താമസിക്കുന്നത്. വായ്പാ തിരിച്ചടവ് മുടങ്ങി ലക്ഷങ്ങൾ കുടിശ്ശികയായതോടെയാണ് കോടതി അനുമതിയോടെ ജപ്തി നടപടിയിലേക്ക് കടന്നതെന്ന് കേരള ബാങ്ക് അധികൃതർ പറയുന്നു. വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടിയത്ത് ഒരു ജപ്തി നടപടി നടന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടന്നത്. അതല്ല ഇതിലെ വിഷയമെന്ന് പറയുന്നത്, ഒരു കുടുംബത്തിലെ ഇപ്പോൾ 7 പേർ വീടിന് പുറത്ത് യാതൊരു ആശ്രയവുമില്ലാതെ പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു വലിയ വിഷയമെന്ന് പറയുന്നത്. അതിൽ 3 കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അതിൽ ശാരീരിക പ്രശ്നമുള്ള ഒരു വൃദ്ധ മാതാവുണ്ട്, ഗൃഹനാഥയുമുണ്ട്. ഒപ്പം തന്നെ അവരുടെ ഒരു മകളും വയ്യായികളുള്ള ഒരു മകളുമുണ്ട്. അവരാണിപ്പോൾ ഏകദേശം 4.5 വർഷം മുൻപ് 7 ലക്ഷം രൂപ എടുത്തതാണ്. 11 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നുള്ള നോട്ടീസൊക്കെ വന്നു. പക്ഷേ അതിന് കഴിയാതെ വന്നതോടുകൂടെയാണ് ജപ്തി നടപടിയിലേക്ക് കടന്നത്. ഇപ്പോൾ ആ ഗൃഹനാഥൻ വിനേശൻ തന്നെ ചേരുകയാണ്. എങ്ങനെയായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് 7 ലക്ഷത്തിൽ അടയ്ക്കാൻ പറ്റുന്ന? ഞാൻ ഒരു 6 മാസം നമ്മൾ അടച്ചായിരുന്നു, ഒരു 45,000 രൂപ അടച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കൊറോണ വന്നായിരുന്നു. കൊറോണ വന്ന് 2 വർഷം അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ ശേഷം എൻ്റെ കണ്ണിന് വയ്യാതെ തിമിരം കയറി, അല്ല കണ്ണിൻ്റെ പൊടിയൊക്കെ, എനിക്ക് മരപ്പണിയാണ്, പൊടിയൊക്കെ ഈ തിമിരം ഓവറായിട്ടായിപ്പോയി. പിന്നെ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ 2.5 വർഷം പോയി. അങ്ങനെ 4 വർഷം നമുക്ക് ഇത് വന്നുകൊണ്ട് എനിക്ക് ആരോഗ്യ പ്രശ്നമായിരുന്നു, തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടായത്. പിന്നെ എന്തായിരുന്നു, ബാങ്കുകാർ പലതവണ നോട്ടീസൊക്കെ അയക്കുകയും അവർ നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ ഒരു 10,50,000 രൂപ അയച്ചതേ ഉള്ളൂ. പിന്നെ അതിൽ ബാങ്ക് അങ്ങനെ നോട്ടീസ് അയച്ചിട്ടില്ല. വക്കീൽ നോട്ടീസ് വന്നായിരുന്നു. പിന്നെ വക്കീൽ നോട്ടീസേ വന്നുള്ളൂ. വക്കീൽ നോട്ടീസ് ഒരു 3 നോട്ടീസ് വന്നായിരുന്നു. അത് നടപടിയൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്താ ഇപ്പോൾ അവരുടേതായിട്ടുള്ള നടപടി പൂർത്തിയാക്കി. എന്താണ് ഇപ്പോൾ അവർ പറയുന്നത്? അവർ പറയുന്നത് ഈ മാസം 28-ന് അടച്ചില്ലെങ്കിൽ അവർ ഓൺലൈനിൽ ലേലം ചെയ്യുന്ന പറയുന്നത്. പക്ഷേ എന്നെ കൊണ്ട് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. നമ്മൾ 7 അംഗങ്ങളാണ്. പക്ഷേ നമുക്ക് ആത്മഹത്യയല്ല ഒരു വഴിയില്ല. കാരണം ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഗവൺമെൻറ് ബാങ്കിന് പൈസ അടയ്ക്കുക. അല്ല, ഇപ്പോൾ ഇത് സർഫാസി ആക്ട് പ്രകാരമാണല്ലോ ഇത് ചെയ്തേക്കുന്നത്. അതായത് അവർ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് അവർ പറയുന്നത്. കാര്യം ഈ തിരിച്ചടയ്ക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ വീട് വിറ്റിട്ട് അവരെന്തെങ്കിലും തരാൻ? വീട് വിറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടുകയെന്നല്ല. പക്ഷേ ഇത് വീട് വിൽക്കാനും പറ്റത്തില്ല. കാരണം എന്താ പറയുക, നമ്മൾ വീട് വിറ്റിട്ടോടെ പോയി ഈ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങളിവിടെ പോകും. ഈ മറ്റാരെങ്കിലും ആശ്രയം തരികയാണെങ്കിൽ പോകാൻ ഒരു മനുഷ്യനില്ല. ഉണ്ടായിരുന്ന ഞാൻ ഈ 11 ദിവസം നമ്മൾ ഈ മണ്ണിൽ കിടക്കണ്ടല്ലോ. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. ഈ അമ്മയും ചേരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ പുറത്ത് കിടക്കുകയാണ്. എന്താണ് ഒരു അവസ്ഥ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ സ്കൂളിൽ പോലും പോകുന്നില്ല. അവർക്ക് ചൊറിച്ചിലെന്ന് പറയുന്നു, കൊതു അടിക്കുന്നെന്ന് പറയുന്നു. ഞങ്ങൾ പിന്നെ പറയാ ചുമയും പനിയൊക്കെ ആയി. മോക്ക് സുഖമില്ലാത്തതുകൊണ്ട് കൂടുതൽ വയ്യാക മാനസിക പ്രശ്നമുണ്ട് മോക്ക്. വിനേശൻ ചേട്ടൻ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നു. ജോലിക്ക് ആശാരിപ്പണി മാത്രമേ അറിയൂ, മരപ്പണി മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ജോലിക്ക് കണ്ണ് വയ്യാത്തതുകൊണ്ട് കൈയൊക്കെ മുറിയുന്നതുകൊണ്ട് പോകുന്നില്ല. ഞാൻ വീട്ടുവേലയ്ക്ക് പോയ കൊച്ചുങ്ങളെ ആഹാരം കൊടുക്കുന്നത്. ഇങ്ങനൊരു നല്ലൊരു മനുഷ്യനെടുത്ത് എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ആലോചിക്കണം ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എല്ലാവരും പറയുന്നത് അയാളെ കണ്ട സുന്ദരനല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ അടയ്ക്കാത്തതെന്ന്. അപ്പോൾ ഒരു കാര്യം കൂടെ, അപ്പോൾ ഇപ്പം ഈ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടിയൊക്കെ പൂർത്തിയാക്കിയേക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും നിങ്ങളെ ഒന്ന് മാറ്റി പാർപ്പിക്കാനോ സഹായിക്കാനോ എന്ന് നിങ്ങൾ അതിന് തയ്യാറാകും? ഒരു സംരക്ഷണം വേണം. അപ്പോൾ അവർ പറയുന്ന ഇതാണ് കാര്യം. കോടതി ഈ ബാങ്കുമായി, കേരള ബാങ്കാണ്, അവരുമായി സംസാരിച്ചപ്പോൾ അവർ പലതവണ വക്കീൽ നോട്ടീസ് അയച്ചു. ബാങ്കിൽ നിന്നുള്ള നോട്ടീസ് വന്നു. സർഫാസി ആക്ട് പ്രകാരമാണ് ഈ നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത്. അവർ അതൊക്കെ പറയുന്നു. പക്ഷേ ഇവിടെ ഒരു മാനുഷിക പരിഗണന നൽകി. ബാങ്കിന് 28 വരെ തീയതി നൽകിയിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് അടയ്ക്കാൻ കഴിയില്ല എന്നുള്ള ബുദ്ധിമുട്ടും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഈ കുടുംബത്തിന് അടിയന്തരമായി അവർക്ക് വേണ്ടുന്നത് ഒരു സംരക്ഷണമാണ്. കാര്യം ഈ കുഞ്ഞു മക്കൾ ഉൾപ്പെടെയുള്ളവരാണ് പുറത്ത് കിടക്കുന്നത്. അവർക്കൊരു സംരക്ഷണമെങ്കിലും ഒരുക്കണം എന്നുള്ള കാര്യമാണ് ഈ കുടുംബവും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കൊല്ലം കൊട്ടിയത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.